പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ പേറോൾ അക്കൗണ്ടിങ് എന്താണ് പേറോൾ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പേറോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾക്കൊള്ളിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. പ്രധാനമായിട്ടും പേറോളിൽ വരുന്നത് എംപ്ലോയി ഡീറ്റെയിൽസ്, ദെൻ ഏണിങ്സ്, ഡിഡക്ഷൻസ്, നെറ്റ് പേ, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രാക്ടിക്കലാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. നമുക്ക് പ്രാക്ടിക്കൽ തുടങ്ങാം. ടോംസ് ലിമിറ്റഡ് ഇൻറ്റൻസ് ടു പ്രിപ്പയർ പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഓഗസ്റ്റ് 2020. അപ്പോൾ ടോംസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം 2020 ഓഗസ്റ്റിലേക്കുള്ള പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷനാണ് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ എംപ്ലോയി നമ്പർ, നെയിം ഓഫ് എംപ്ലോയി, ഡെസിഗ്നേഷൻ, ബേസിക് പേ, ഇത്രയും കാര്യങ്ങളാണ് ആ കോളങ്ങളിൽ തന്നിട്ടുള്ളത്. താഴെ കുറച്ച് ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. അതിലൊന്ന്, ഡിയർനെസ് അലവൻസ് ഈസ് 20% ഓഫ് ബേസിക് പേ. ബേസിക് പേയുടെ 20% ഡിയർനെസ് അലവൻസ് ഓരോ എംപ്ലോയീസിനും എംപ്ലോയർ കൊടുത്തിരിക്കണം. ദെൻ HRA, മാനേജർ 3% ഓഫ് ബേസിക് പേ, ടെക്നീഷ്യൻ 2% ഓഫ് ബേസിക് പേ. അപ്പോൾ ഹൗസ് റെൻ്റ് അലവൻസ് കിട്ടുന്നത് മാനേജർക്കും ടെക്നീഷ്യനും മാത്രമാണ്. ടെക്നീഷ്യനാണെങ്കിൽ 2% കിട്ടുന്നത്, മാനേജർ ആണെങ്കിൽ ബേസിക് പേയുടെ 3% ഹൗസ് റെൻ്റ് അലവൻസ് ആയിട്ട് ലഭിക്കും. ദെൻ പ്രൊവിഡൻറ്റ് ഫണ്ട് ഈസ് 10% ഓഫ് ബേസിക് പേ. പ്രൊവിഡൻറ്റ് ഫണ്ട് എല്ലാവരുടെ സാലറിയിൽ നിന്നും കുറക്കാനുള്ളൊരു ഡിഡക്ഷനാണ്. അത് ബേസിക് പേയുടെ 10%. ദെൻ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് ഈസ് ₹500 ഫോർ ആൾ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസും സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിൽ അംഗങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാസത്തെ പ്രീമിയം വരുന്നത് 500 രൂപയാണ്. അതും ഒരു ഡിഡക്ഷനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഏതെല്ലാമാണ് ഏണിങ്സ്, ഏതെല്ലാമാണ് ഡിഡക്ഷൻ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഈ തന്ന പ്രോബ്ലത്തിൽ ബേസിക് പേ ഒരു ഏണിംഗ് ആണ്, ദെൻ ഡിയർനെസ് അലവൻസ് ഏണിംഗ് ആണ്, HRAയും ഏണിംഗ് ആണ്. അപ്പോൾ 3 ഏണിങ്സ് ആണ് വരുന്നത്. ഈ 3 ഏണിങ്സ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഗ്രോസ് പേ ആണ്. ദെൻ അതിൽ നിന്ന് 2 ഡിഡക്ഷൻസ് വരുന്നുണ്ട്. ഒന്ന് പ്രൊവിഡൻറ്റ് ഫണ്ട് ഡിഡക്ഷൻ ആണ്, ദെൻ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്രീമിയം എമൗണ്ട് ആണ്. അങ്ങനെ 2 ഡിഡക്ഷൻസ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ ഡിഡക്ഷൻ ആണ്. അങ്ങനെ ആ ഗ്രോസ് പേയിൽ നിന്ന് ടോട്ടൽ ഡിഡക്ഷൻ കുറക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പേ കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനുള്ള പ്രൊസീജിയർ എങ്ങനെയാണ് എഴുതേണ്ടത്, പ്രൊസീജിയർ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ പ്രൊസീജിയറിൽ ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത് ഓപ്പൺ ലിബർ ഓഫീസ് കാൽക്ക്. ആദ്യം നമ്മൾ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം. ഏതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ? ലിബർ ഓഫീസ് കാൽക്കാണ്. അപ്ലിക്കേഷൻസിൽ, ഓഫീസിൽ ലിബർ ഓഫീസ് കാൽക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഓപ്പൺ ചെയ്യാൻ പറ്റും? ലിബർ ഓഫീസ് കാൽക്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് എൻ്റർ ഹെഡിങ്സ് ഇൻ സെൽ A1 ആൻഡ് A2. താഴെ പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ A1 എന്ന് പറയുന്ന സെല്ലിലാണ് ടോംസ് ലിമിറ്റഡ് എന്ന് എഴുതിയിട്ടുള്ളത്. ദെൻ A2 എന്ന് പറയുന്ന സെല്ലിലാണ് പേറോൾ ഫോർ ദ മന്ത് ഓഫ് ഓഗസ്റ്റ് 2020. ആദ്യം നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു. അതിനുശേഷം A1 കമ്പനിയുടെ പേരെഴുതി, A2 പേറോളിൻ്റെ ഹെഡിങ്ങും രേഖപ്പെടുത്തി. ദെൻ സ്റ്റെപ്പ് 3, എൻ്റർ കോളം ഹെഡിങ്സ്, എംപ്ലോയി നമ്പർ, നെയിം, ഡെസിഗ്നേഷൻ, ബേസിക് പേ, DA, HRA, ഗ്രോസ് പേ, PF, SLI, ടോട്ടൽ ഡിഡക്ഷൻ ആൻഡ് നെറ്റ് പേ ഫ്രം സെൽസ് A3 ടു K3. ആദ്യത്തെ 2 ഹെഡിങ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ റോയിൽ എന്ന് പറയുമ്പോൾ A3 കോളം ഹെഡിങ്ങുകൾ രേഖപ്പെടുത്തുന്നത്. A3 എംപ്ലോയി നമ്പർ എഴുതി, ദെൻ B3 നെയിം, അതിനുശേഷം ഡെസിഗ്നേഷൻ. ഇത് 3 എംപ്ലോയി ഡീറ്റെയിൽസ് ആണ്. അതിനുശേഷം നമ്മൾ എഴുതേണ്ടത് ഏണിങ്സ് ആണ് എഴുതേണ്ടത്. അപ്പോൾ അതിൽ ബേസിക് പേ വരുന്നുണ്ട്, DA, HRA. ദെൻ ഈ 3 എമൗണ്ടും കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ഗ്രോസ് പേ കിട്ടേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏണിങ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത്. അതിനുശേഷം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡിഡക്ഷൻസ് നോക്കണം. ഒന്ന് പ്രൊവിഡൻറ്റ് ഫണ്ടാണ്, ദെൻ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ്. ആ 2 ഡിഡക്ഷനും ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഡിഡക്ഷൻ കിട്ടും. ഗ്രോസ് പേയിൽ നിന്ന് ടോട്ടൽ ഡിഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പേ കിട്ടും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഹെഡിങ്ങുകളാണ് നമ്മൾ സ്റ്റെപ്പ് 3 എൻ്റർ ചെയ്തിട്ടുള്ളത്. A3 മുതൽ K3 വരെ, A3 മുതൽ
K3 വരെയുള്ള ഈ റേഞ്ച് ഓഫ് സെൽസിലാണ് കോളം ഹെഡിങ്ങുകൾ എൻ്റർ ചെയ്യേണ്ടത്. ദെൻ എൻ്റർ ഗിവൺ ഡാറ്റ ഇൻ ദ റെസ്പെക്റ്റീവ് സെൽസ്. ക്വസ്റ്റ്യനിൽ എംപ്ലോയി നമ്പറും നെയിം ഓഫ് എംപ്ലോയി, ഡെസിഗ്നേഷൻ, ബേസിക് പേ ഇത്രയും ഡാറ്റ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഈ സെല്ലുകളിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതാണ് 4ാമത്തെ സ്റ്റെപ്പ്. ദെൻ അതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഓരോ ഐറ്റംസും ഏണിങ്സ് ആണെങ്കിലും ഡിഡക്ഷൻസ് ആണെങ്കിലും അത് നമ്മൾ ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് 5ാമത്തെ സ്റ്റെപ്പ് വരുന്നത്. എൻ്റർ ഫോർമുല ഇൻ റെസ്പെക്റ്റീവ് സെൽസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് DA ആണ്. DA ഏത് സെല്ലിലാണ്? E4 എന്ന് പറയുന്ന സെല്ലിലാണ് DA കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആദ്യത്തെ എംപ്ലോയിയുടെ DA കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് E4 എന്ന് പറയുന്ന സെല്ലിലാണ്. അപ്പോൾ DA E4 എന്ന് പറയുന്ന സെല്ലിൽ എന്താണ് ഇക്വേഷൻ എഴുതിയിട്ടുള്ളത്? ഇസ് ഈക്വൽ ടു D4 ഇൻറ്റു 20%. 20% DA എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. D4 എന്ന് പറയുന്നത് ബേസിക് പേ എഴുതിയിട്ടുള്ള സെൽ കോളാണ്. അപ്പോൾ ബേസിക് പേ ആണ് D4ലുള്ളത്. ആ D4നെ 20% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ DA കിട്ടും. DA കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഹൗസ് റെൻ്റ് അലവൻസ്. ഹൗസ് റെൻ്റ് അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സെൽ അഡ്രസ്സ് F4 ആണ്. HRA F4. അവിടെ ഇഫ് ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. മാനേജർ ആണെങ്കിൽ 3% HRA കൊടുക്കണം, ടെക്നീഷ്യൻ ആണെങ്കിൽ 2% കൊടുക്കേണ്ടത്. ഇത് രണ്ടും അല്ലെങ്കിൽ അവർക്ക് HRA അവൈലബിൾ അല്ല. അങ്ങനെ വരുമ്പോൾ അതിന് കൊടുക്കേണ്ട ഇക്വേഷൻ ഇങ്ങനെയാണ്. ഇസ് ഈക്വൽ ടു ഇഫ്. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഡെസിഗ്നേഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ C4 എന്ന് പറയുന്ന സെല്ലിലാണ് ഡെസിഗ്നേഷൻ വരുന്നത്. C4 എന്ന് പറയുന്ന സെല്ലിൽ മാനേജർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്ത് മാനേജർ ആണെങ്കിൽ ട്രൂ ആണെങ്കിൽ D4ന് 3% കണ്ടെത്തണം. D4 എന്ന് പറയുന്നത് ബേസിക് പേ ആണ്. ബേസിക് പേൻ്റെ 3% HRA ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി അതല്ലെങ്കിൽ അത് ഫാൾസ് ആണെങ്കിൽ 2ാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഇഫ് C4 ഇസ് ഈക്വൽ ടു ടെക്നീഷ്യൻ. ടെക്നീഷ്യൻ ആണെങ്കിൽ ബേസിക് പേ 2% കാണേണ്ടത്. ടെക്നീഷ്യൻ ആണെങ്കിൽ ബേസിക് പേയുടെ 2% കാണേണ്ടത്. D4 എന്ന് പറയുന്നത് ബേസിക് പേ എഴുതിയിട്ടുള്ള സെൽ അഡ്രസ് ആണ്. ഇത് രണ്ടും അല്ലെങ്കിൽ HRA വരേണ്ടത് 0 ആണ്. ഇതാണ് ഇഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ആദ്യം ഇഫ് ഫംഗ്ഷൻ വരുന്നുണ്ട്. ആ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ 2ാമത്തെ ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതും ഫാൾസ് ആണെങ്കിൽ 3ാമത്തെ ആൻസർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ലോജിക്കൽ ഫങ്ഷൻസ് എന്ന് പറയുന്ന ക്ലാസ്സുകൾ നിങ്ങളൊന്ന് കാണുന്നത് നല്ലതാണ്. ദെൻ അപ്പോൾ HRA കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ കാണേണ്ടത് ഗ്രോസ് പേ ആണ്. ഗ്രോസ് പേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് G4 എന്ന് പറയുന്ന സെല്ലിലാണ്. ഇതിൽ 3 സെല്ലിലെ എമൗണ്ടുകൾ ടോട്ടൽ ചെയ്യണം. നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് സം. ഇസ് ഈക്വൽ ടു സം D4 ടു F4. D4ൽ വരുന്നത് ബേസിക് പേ ആണ്. D4 കഴിഞ്ഞാൽ E4ൽ DA വരും. ദെൻ F4ൽ HRA വരും. അതിൻ്റെ ടോട്ടലാണ് ഗ്രോസ് പേ ആയിട്ട് എഴുതേണ്ടത്. അതിനുശേഷം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പ്രൊവിഡൻറ്റ് ഫണ്ടാണ് PF. PF പറഞ്ഞിരിക്കുന്നത് ബേസിക് പേയുടെ 10%. ഇപ്പോൾ H4ലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ PF കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് H4ലാണ്. ഇസ് ഈക്വൽ ടു D4 ഇൻറ്റു 10%. D4 എന്ന് പറയുന്നത് ബേസിക് പേയുടെ സെൽ അഡ്രസ് ആണ്. അതിൻ്റെ 10%. ദെൻ ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് SLI, സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് ആണ്. അത് I4ലാണ് 500. അത് എല്ലാവർക്കും 500 ആണ് വരുന്നത്. ദെൻ അതിനുശേഷം ടോട്ടൽ ഡിഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. J4ൽ ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഈ 2 എമൗണ്ട് കൂടി ടോട്ടൽ ചെയ്താൽ മതി. H4 പ്ലസ് I4. H4 പ്ലസ് I4. ദെൻ അതിനുശേഷം നെറ്റ് പേ കാൽക്കുലേറ്റ് ചെയ്യണം. ഏത് സെല്ലിൽ? K4ൽ. നെറ്റ് പേ K4ൽ കാൽക്കുലേറ്റ് ചെയ്യണം. അവിടെ ഗ്രോസ് പേയിൽ നിന്ന് ടോട്ടൽ ഡിഡക്ഷൻ മൈനസ് ചെയ്യണം. ഗ്രോസ് പേ എന്ന് പറയുന്നത് G4ലാണ് വരുന്നത്. G4ലാണ് ഗ്രോസ് പേ വരുന്നത്. അതിൽ നിന്ന് J4ൽ എഴുതിയിട്ടുള്ള ടോട്ടൽ ഡിഡക്ഷൻ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പേ കിട്ടും. 1ാമത്തെ എംപ്ലോയിയുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം? താഴെ സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യണം. അതാണ് അവസാനത്തെ സ്റ്റെപ്പ്. സ്റ്റെപ്പ് 6 സെലക്ട് സെൽസ് E4 ടു K6. ഇപ്പോൾ ഈ ഇക്വേഷൻസ് ഉൾപ്പെടെയുള്ള ഈ ടോട്ടൽ ഏരിയയാണ് സെലക്ട് ചെയ്യേണ്ടത്. E4 മുതൽ K6 വരെ സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+D പ്രസ് ചെയ്യണം. ഇതാണ് കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മെത്തേഡ്. അതല്ലെങ്കിൽ സെല്ലുകൾ സെലക്ട് ചെയ്ത് എന്ത് ചെയ്യണം? താഴേക്ക് ഡ്രാഗ് ചെയ്യണം.
സെലക്ട് സെൽസ് ആൻഡ് ഡ്രാഗ് ഡൗൺ അപ് ടു ദ ലാസ്റ്റ് റോ. ഡി എ ഫോർമുല സെലക്ട് ചെയ്ത് അത് ഡ്രാഗ് ചെയ്യാം, എച്ച് ആർ എ ഡ്രാഗ് ചെയ്യാം, അതല്ലെങ്കിൽ ഇത് ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്യാം. ഈ പേറോൾ പ്രിപ്പറേഷൻ പ്രാക്ടിക്കലായിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. നേരത്തെ നമ്മൾ പ്രൊസീജിയറിൽ പറഞ്ഞത് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ആപ്ലിക്കേഷൻസിൽ ഓഫീസിൽ ലിബർ ഓഫീസ് കാൽക്കാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിബർ ഓഫീസ് കാൽക്ക് എന്ന് പറയുന്ന ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് വരും. ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ താഴെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്താണ് നമ്മൾ പേറോള് തയ്യാറാക്കുന്നത്. അതിലാദ്യം ആദ്യത്തെ സ്റ്റെപ്പിൽ പറഞ്ഞത് A1 ടോംസ് ലിമിറ്റഡ് എന്ന് എഴുതണം. ദെൻ A2 പേറോൾ ഫോർ ദ മന്ത് ഓഫ് ഓഗസ്റ്റ് 2020. ഓഗസ്റ്റ് 2020. അതിനുശേഷം കോളം ഹെഡിങ്ങുകൾ കൊടുക്കണം. ആദ്യത്തെ കോളം ഹെഡിങ് എന്താണ്? എംപ്ലോയി നമ്പർ, നെയിം, ഡെസിഗ്നേഷൻ. ഡെസിഗ്നേഷൻ കഴിഞ്ഞാൽ ബേസിക് പേ, പിന്നീട് DA, HRA, ദെൻ ഗ്രോസ് പേ. ഗ്രോസ് പേ കഴിഞ്ഞാൽ PF, SLI, then total deduction, then net pay. ഇപ്പോൾ ഇത് ആവശ്യാനുസരണം നമുക്ക് സെല്ലിൻ്റെ വിഡ്ത്തും ഹൈറ്റൊക്കെ വർദ്ധിപ്പിക്കാൻ കഴിയും. ഇത് സെൻറ്റർ ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്ത് സെൻറ്റർ പ്രസ് ചെയ്യാം. ദെൻ കമ്പനിയുടെ പേര് സെലക്ട് ചെയ്ത് A1 മുതൽ K1 വരെ സെലക്ട് ചെയ്ത് മെർജ് ആൻഡ് സെൻറ്റർ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായി സെൻറ്റർ അലൈൻമെൻറ്റിൽ വരും. ദെൻ പേറോൾ ഫോർ ദ മന്ത് ഓഫ് ഓഗസ്റ്റ് 2020 സെലക്ട് ചെയ്തു, ഏരിയ സെലക്ട് ചെയ്ത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൻറ്റർ ചെയ്യാൻ പറ്റും. ദെൻ ഇതിന് ശേഷം നമ്മൾ ഇതിലുള്ള ഡാറ്റ എൻട്രി ചെയ്യണം. ഡാറ്റ എന്ന് പറയുമ്പോൾ 101, 102, 103 എംപ്ലോയി നമ്പറാണ്. അതിനുശേഷം എംപ്ലോയി നെയിം ഇർഷാദ് ബാസിൽ അശ്വിൻ. 3 എംപ്ലോയീസ് ആണുള്ളത്. ഡെസിഗ്നേഷൻ വരുന്നത് മാനേജർ, ടെക്നീഷ്യൻ, ദെൻ ഡ്രൈവർ. അതിനുശേഷം ബേസിക് പേ. ബേസിക് പേ വരുന്നത് 40,000, 30,000 ആൻഡ് 25,000. ഇത് നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഡാറ്റയും എൻട്രി ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കൃത്യമായ ബോർഡർ കൊടുക്കാം. ഇവിടെ ആൾ ബോർഡേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ ബോർഡർ വരും. ഇനി നമ്മൾ ഓരോന്നിനും ആവശ്യമായിട്ടുള്ള ഫോർമുലയാണ് എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് DA ആണ്. DAയുടെ ഇക്വേഷൻ എന്തായിരുന്നു? = ബേസിക് പേ ഇൻറ്റു 20%. ബേസിക് പേയുടെ 20% DA എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഡിയർനെസ് അലവൻസ് ഈസ് 20% ഓഫ് ബേസിക് പേ. ഇപ്പോൾ 8,000 വരും. ദെൻ HRAയുടെ ഫോർമുല വരുന്നത് ഇഫ് ഫംഗ്ഷനാണ്. ഇഫ് എഴുതി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഡെസിഗ്നേഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. ഡെസിഗ്നേഷൻ C4 ആണ്. = ഡബിൾ കോഡ്സിൽ മാനേജർ. മാനേജർ ആണെങ്കിൽ എന്ത് വേണം? ബേസിക് പേ. ബേസിക് പേ എന്ന് പറയുന്നത് D4 ഇൻറ്റു 3%, കോമ. ദെൻ വീണ്ടും ഇഫ് കൊടുക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? രണ്ടാമത്തെ കണ്ടീഷനും C4 ആണ് ചെക്ക് ചെയ്യേണ്ടത്. അവിടെ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ടെക്നീഷ്യൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ടെക്നീഷ്യൻ ആണെങ്കിൽ ബേസിക് പേ ഇൻറ്റു 2%. അല്ലേ? താഴെ പറയുന്നുണ്ട് മാനേജർക്ക് 3%, ടെക്നീഷ്യന് 2%. ഇത് രണ്ടും അല്ലെങ്കിൽ 0 വരണം. ദെൻ 2 ബ്രാക്കറ്റുകൾ ക്ലോസ് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ 1200 ആണ് മാനേജർക്ക് വരുന്ന HRA. ദെൻ ഗ്രോസ് പേ = സം.
ദെൻ ബേസിക് പേ മുതൽ HRA വരെയുള്ള എമൗണ്ടുകളാണ് ഗ്രോസ് പേയിൽ വരുന്നത്. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് വരും. D4 to F4 എൻ്റർ പ്രസ് ചെയ്യണം. ദെൻ PF കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ പറയുന്നത് 10%, ബേസിക് പേയുടെ 10% ഇസ് ഈക്വൽ ടു ബേസിക് പേയുടെ സെല്ല് സെലക്ട് ചെയ്ത് കൊടുത്തു D4 ഇൻറ്റു 10%, എൻ്റർ പ്രസ് ചെയ്തു. 4000 കിട്ടി. ദെൻ SLI 500 ആണ്, എല്ലാവർക്കും അത് നേരിട്ട് എൻ്റർ ചെയ്യണം. അതിനുശേഷം ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ PFഉം SLIയും കൂട്ടിയാൽ മതി. H4 പ്ലസ് I4 ടോട്ടൽ ഡിഡക്ഷൻ കിട്ടി. അതിനുശേഷം നെറ്റ് പേ കാൽക്കുലേറ്റ് ചെയ്യണം. നെറ്റ് പേ എന്ന് പറയുമ്പോൾ ഗ്രോസ് പേ മൈനസ് ടോട്ടൽ ഡിഡക്ഷൻ G4 മൈനസ് J4 ഈക്വൽ ടു ആ എമൗണ്ടും കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ മുകളിലെ സെല്ലിൽ എഴുതിയിട്ടുള്ള ഫോർമുലകൾ താഴെ സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യണം. ഈ മുകളിലെ സെല്ല് ഉൾപ്പെടെ കോപ്പി ചെയ്യേണ്ട സെല്ലുകളും സെലക്ട് ചെയ്യണം. ആ ടോട്ടൽ റേഞ്ചാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം Ctrl+D പ്രസ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ മുകളിലെ സെല്ലുകളിലെ ആ ഫങ്ഷൻസും ഫോർമുലകളൊക്കെ താഴെ സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യും. അതിനുശേഷം ബേസിക് പേ ടോട്ടൽ ചെയ്യാം. ഈക്വൽ ടു സം. ഈ സെൽ അഡ്രസ്സുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ ബേസിക് പേയുടെ ടോട്ടൽ കിട്ടും. ആ ഫങ്ഷൻ നമ്മൾ മറ്റ് സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം. ഇവിടെ ടോട്ടൽ എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഒരു പേറോൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? അതിൽ ആദ്യത്തെ ഏരിയ എംപ്ലോയി ഡീറ്റെയിൽസ് ആണ്. അതിനുശേഷം വരുന്ന ഏരിയ ആണ് ഏണിങ്സ്. ഏണിങ്സിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ ഗ്രോസ് പേ എന്ന് പറയുന്നത്. അതിനുശേഷം ഡിഡക്ഷൻസ് ആണ്. ടോട്ടൽ ഡിഡക്ഷൻ വരുന്നുണ്ട്. അതിന് ശേഷം നെറ്റ് പേ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു പേറോൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണൊരു പേറോൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഈ പേറോളിൽ വരാത്ത ചില ഏണിങ്സും ഡിഡക്ഷൻസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രാക്ടിക്കൽ കൂടി നമുക്ക് അടുത്ത ദിവസം ചെയ്തു നോക്കാം. ഓക്കെ.